പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുൽഹജ്ജ് മാസത്തിലെ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് ദുൽഹജ്ജ് 9 യൗമ് അറഫയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജിൽ ഇസ്ലാം ദീൻ പൂർത്തിയായ ഒരു ദിവസമായി പരിചയപ്പെടുത്തിയത് അത് ദുൽഹജ്ജ് 9 യൗമു അറഫയിലാണ്. അതൊരു വെള്ളിയാഴ്ചയുമായിരുന്നു എന്നാണ്. അത് അങ്ങനെ ഒത്തുവന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠത ഉള്ളത്, ഒന്ന് ഇസ്ലാം നമ്മുടെ ദീൻ പൂർത്തിയായ ദിവസമാണ് ദുൽഹജ്ജ് 9 യൗമു അറഫ എന്നുള്ളത്. രണ്ടാമത് വിശുദ്ധ ഖുർആൻ അവതരണം നടന്നത് റമദാനിലാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പൂർത്തീകരണം നടന്നതോ അത് ദുൽഹജ്ജ് 9 യൗമു അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫ മൈതാനിൽ നിൽക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ അവതരണം പൂർത്തിയാകുന്നത്. പിന്നീട് 1-2 ആയത്തുകളൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഖുർആന്റെ മൊത്തത്തിൽ പൂർത്തീകരണമായി പരിചയപ്പെടുത്തിയത് യൗമു അറഫയിലാണ്. മൂന്നാമത്തെ സംഗതി, ആ അറഫ ദിനത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണ് എന്ന് മരണപ്പെടാൻ പോകുന്നു എന്ന സൂചന നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിനത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജ് ഒക്കെ എന്നിൽ നിന്ന് പഠിക്കണം. ഒരു പക്ഷെ അടുത്ത കൊല്ലം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ നബിയുടെ മരണ സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതും ഒരു അറഫ ദിനത്തിലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അത്രത്തോളം പവിത്രമായി ആ ദിവസത്തെ കാണുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ നിലയിൽ രാത്രിയുടെ പകുതി ഭാഗം കഴിഞ്ഞാലാണ് ഇറങ്ങി വരാറുള്ളത്. ഇത് പകലിൽ ഇറങ്ങി വരുമെന്ന് പരിചയപ്പെടുത്തിയത് ദുൽഹജ്ജ് 9 യൗമു അറഫക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്കെല്ലാം നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ ഒരു നിലക്കും നമ്മുടെ ആയുസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ മാസവുമാണ്, ദിവസങ്ങളുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പിന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ആ നോമ്പ് ദുൽഹജ്ജ് 9 അറഫ നോമ്പ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും ചെറുപാപങ്ങൾ അതുവഴി പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ പറയാൻ കാരണം, സ്വാഭാവികമായി ഈ ഹജ്ജിന് പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ പ്രയാസം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും സാമ്പത്തികമായി കഴിയില്ല. അപ്പൊ അവർക്ക് ഹജ്ജ് ചെയ്യണം, നമുക്കതിന് കഴിയുന്നില്ലല്ലോ എന്നാണ്. അപ്പൊ അത് പരിഗണിച്ചിട്ടാണ് അതുപോലെ ഒരു തത്തുല്യമായ ഒരു കൂലി ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്കും കിട്ടും ആ നോമ്പ് മൂലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, ഈ വർഷം തീരാൻ പോകണല്ലോ, കഴിഞ്ഞ വർഷത്തെ മുഴുവൻ ചെറുപാപങ്ങളും ഈ ഒറ്റ നോമ്പും കൊണ്ട് കംപ്ലീറ്റ് ക്ലിയർ ആവുകയാണ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു വർഷവും കൂടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആ നിലക്ക് നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് അത് പരമാവധി ഉപയോഗപ്പെടുത്തി ഇതിന്റെ ദിവസങ്ങളും സമയങ്ങളും ഒക്കെ പ്രാർത്ഥനകളും ദിക്റുകളുമായി കഴിച്ചു കൂട്ടി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഇഷ്ടപ്പെട്ട സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.